ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിസിക്സിൽ നിന്നുള്ള 10ാം ക്ലാസ്സിലെ ഫിസിക്സിൽ നിന്നുള്ള 2 പാഠങ്ങളാണ്, ഊർജ്ജ പരിപാലനവും ലോഹനിർമ്മാണവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിതയുടെ എത്ര ഭാഗമാണ് മണലിൻ്റെ വിശിഷ്ട താപധാരിത? 1/5 ഭാഗമാണ്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിതയുടെ 1/5 ഭാഗമാണ് മണലിൻ്റെ വിശിഷ്ട താപധാരിത. 3. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഹരിതഗൃഹവാതകങ്ങളാണ് മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡും. 4. ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാൻ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൈൻ ആണ്. ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാൻ ചേർക്കുന്ന പദാർത്ഥമാണ് ഈഥൈൽ മെർക്യാപ്റ്റൈൻ. 3% വാതക ചോർച്ച ഉണ്ടായാലാണ് ഈഥൈൽ മെർക്യാപ്റ്റൈൻ്റെ സ്മെല്ല് വരിക. 2% വാതക ചോർച്ച ഉണ്ടായാൽ തന്നെ തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. 3% ആയാലാണ് നമുക്ക് സ്മെല്ല് വരുള്ളൂ. 2% ആയാൽ തന്നെ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. 5. LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടെയ്ൻ ആണ്. LPGയിലെ മുഖ്യ ഘടകമാണ് ബ്യൂട്ടെയ്ൻ. 6. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നിവയിലെ പ്രധാന ഘടകം ഏതാണ്? മീഥെയ്ൻ ആണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നിവയിലെ പ്രധാന ഘടകമാണ് മീഥെയ്ൻ. 7. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ ഹൈഡ്രജനെ അയോണുകളാക്കി മാറ്റുന്ന ഉൾപ്രേരകം ഏതാണ്? പ്ലാറ്റിനം പൗഡർ ആണ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ ഹൈഡ്രജനെ അയോണുകളാക്കി മാറ്റുന്ന ഉൾപ്രേരകമാണ് പ്ലാറ്റിനം പൗഡർ. 8. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിലെ ഓക്സിജൻ ആറ്റങ്ങളെ അയോണുകളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? നിക്കലാണ്. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിലെ ഓക്സിജൻ ആറ്റങ്ങളെ അയോണുകളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഉൾപ്രേരകമാണ് നിക്കൽ. 9. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 0.6 വോൾട്ട് മുതൽ 0.7 വോൾട്ട് വരെയാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം. 10. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവ്, അതിനെ എന്താണ് വിളിക്കുന്നത്? കലോറി മൂല്യം എന്ന് വിളിക്കുന്നു. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് കലോറി മൂല്യം. 11. കലോറി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായി കണക്കാക്കാവുന്നത് എന്തിനെയാണ്? ഹൈഡ്രജനെയാണ്. കലോറി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായി കണക്കാക്കാവുന്നത് ഹൈഡ്രജനെയാണ്. 12. അറ്റോമിക് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ സംയോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ സംയോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. 13. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. 14. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജോൽപാദനം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജോൽപാദനം നടക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. 15. പ്രകൃതിക്കിണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഗ്രീൻ എനർജി. പ്രകൃതിക്കിണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഗ്രീൻ എനർജി. 16. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഇതിലേതൊക്കെയാണ്? ജിയോ തെർമൽ എനർജി, ബയോമാസ്, സൗരോർജ്ജം എന്നിവയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. 17. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഏതാണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്.
18 പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ജൈവവാതകം, ടൈഡൽ എനർജി, സോളാർ എനർജി എന്നിവയാണ്. ജൈവവാതകം, ടൈഡൽ എനർജി, സോളാർ എനർജി എന്നിവയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം. 19 പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഫോസിൽ ഇന്ധനം, ബയോമാസ് എന്നിവയാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഫോസിൽ ഇന്ധനം, ബയോമാസ് എന്നിവയാണ്. 20 വൈദ്യുതകാന്തിക പ്രേരണ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ട്രാൻസ്ഫോമർ, ഡൈനാമോ, ഇൻഡക്ഷൻ കോയിൽ എന്നിവയാണ്. വൈദ്യുതകാന്തിക പ്രേരണ തത്വം അടിസ്ഥാനമാക്കിയാണ് ട്രാൻസ്ഫോമർ, ഡൈനാമോ, ഇൻഡക്ഷൻ കോയിൽ എന്നിവ പ്രവർത്തിക്കുന്നത്. 21 ഡൈനാമോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ്. ഡൈനാമോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡേ. 22 ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ അളവ് എത്രയാണ്? 230 വോൾട്ടാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ അളവാണ് 230 വോൾട്ട്. 23 ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? 50 ഹെർട്സ് ആണ്. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. 24 പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? 11 കിലോ വോൾട്ടാണ്. പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് 11 കിലോ വോൾട്ടാണ്. 25 മോട്ടോർ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറാണ് മോട്ടോർ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണം. 26 രണ്ട് ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 400 വോൾട്ടാണ്. രണ്ട് ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 400 വോൾട്ടാണ്. 27 ഏതെങ്കിലും ഒരു ഫേസ് ലൈനും ന്യൂട്രലും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 230 വോൾട്ടാണ്. ഏതെങ്കിലും ഒരു ഫേസ് ലൈനും ന്യൂട്രലും തമ്മിലുള്ള വ്യത്യാസമാണ് 230 വോൾട്ട്. 28 നാം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? വാട്ട് അവർ മീറ്റർ ആണ്. നാം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. 29 വീടുകളിൽ വൈദ്യുതീകരണത്തിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? സമാന്തര രീതിയാണ്. വീടുകളിലെ വൈദ്യുതീകരണത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് സമാന്തര രീതി. 30 ഇലക്ട്രിക് ഫ്യൂസ് വയറിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ടിന്നും ലെഡുമാണ്. ഇലക്ട്രിക് ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത് ടിന്നും ലെഡും ഉപയോഗിച്ചാണ്. 31 നിക്രോം ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്നതിന് കാരണം നിക്രോമിൻ്റെ എന്ത് സവിശേഷതയാണ്? നിക്രോം ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? ഉയർന്ന പ്രതിരോധവും ഉയർന്ന ദ്രവണാങ്കവുമാണ്. ഉയർന്ന പ്രതിരോധവും ഉയർന്ന ദ്രവണാങ്കവും ഉള്ളതുകൊണ്ടാണ് നിക്രോം ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്നത്. 32 ഫിലമെൻ്റ് ലാമ്പിൽ ടങ്സ്റ്റൺ ഉപയോഗിക്കാൻ കാരണം ടങ്സ്റ്റണിൻ്റെ ഏത് സവിശേഷതയാണ്? ഉയർന്ന പ്രതിരോധവും ഉയർന്ന ദ്രവണാങ്കവുമാണ്. ഫിലമെൻ്റ് ലാമ്പിൽ ടങ്സ്റ്റൺ ഉപയോഗിക്കാൻ കാരണം അതിൻ്റെ ഉയർന്ന പ്രതിരോധവും ഉയർന്ന ദ്രവണാങ്കവുമാണ്. 33 ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? 3410 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം. 3410 ഡിഗ്രി സെൽഷ്യസ്. 34 പ്രകാശ തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR. പ്രകാശ തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR. 35 അർദ്ധചാലകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ജർമേനിയം, സിലിക്കൺ എന്നിവയാണ് അർദ്ധചാലകങ്ങൾക്ക് ഉദാഹരണം. 36 ചാലകങ്ങൾക്കും ഇൻസുലേറ്ററുകൾക്കുമിടയിൽ ചാലകതയുള്ള പദാർത്ഥങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അർദ്ധചാലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ചാലകങ്ങൾക്കും ഇൻസുലേറ്ററുകൾക്കുമിടയിൽ ചാലകതയുള്ള പദാർത്ഥങ്ങളെ അർദ്ധചാലകങ്ങൾ എന്ന് വിളിക്കുന്നു. 37 അർദ്ധചാലകങ്ങളിൽ മറ്റു മൂലകങ്ങൾ കലർത്തി അവയുടെ ചാലകത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡോപ്പിംഗ്. അർദ്ധചാലകങ്ങളിൽ മറ്റു മൂലകങ്ങൾ കലർത്തി അവയുടെ ചാലകത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡോപ്പിംഗ്. 38
ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. 39. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? കൽക്കരിയാണ്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. 40. കൽക്കരിയിലെ പ്രധാന ഘടകം ഏതാണ്? കാർബൺ ആണ്. കൽക്കരിയിലെ പ്രധാന ഘടകമാണ് കാർബൺ. 41. LNG, CNG എന്നിവയിലെ പ്രധാന ഘടകം ഏതാണ്? മീഥെയ്ൻ ആണ്. LNG, CNG എന്നിവയിലെ പ്രധാന ഘടകമാണ് മീഥെയ്ൻ. 42. LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി കലർത്തുന്നത് എന്താണ്? ഈഥൈൽ മെർക്യാപ്റ്റൈൻ ആണ്. LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി കലർത്തുന്നത് ഈഥൈൽ മെർക്യാപ്റ്റൈൻ ആണ്. 43. LPGക്ക് മണമുണ്ടാകാൻ കാരണം എന്താണ്? ഈഥൈൽ മെർക്യാപ്റ്റൈൻ ആണ്. LPGക്ക് മണമുണ്ടാകാൻ കാരണം ഈഥൈൽ മെർക്യാപ്റ്റൈൻ ആണ്. 44. LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടെയ്ൻ ആണ്. LPGയിലെ മുഖ്യ ഘടകമാണ് ബ്യൂട്ടെയ്ൻ. 45. സിലിണ്ടറുകളിൽ നിറച്ച് വീട്ടിൽ ലഭിക്കുന്ന LPGയുടെ അളവ് എത്രയാണ്? 14.2 കിലോഗ്രാം ആണ്. സിലിണ്ടറുകളിൽ നിറച്ച് വീടുകളിൽ ലഭിക്കുന്ന LPGയുടെ അളവ് 14.2 കിലോഗ്രാം ആണ്. 46. LPGയുടെ മണം അനുഭവപ്പെടാൻ ഏകദേശം എത്ര ശതമാനം LPG അന്തരീക്ഷ വായുവിൽ ഉണ്ടായിരിക്കണം? 3%. LPGയുടെ മണം അനുഭവപ്പെടാൻ ഏകദേശം 3% LPG അന്തരീക്ഷ വായുവിൽ ഉണ്ടായിരിക്കണം. 47. കലോറിക മൂല്യത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കലോറിക മൂല്യത്തിൻ്റെ യൂണിറ്റാണ് കിലോ ജൂൾ പെർ കിലോഗ്രാം. 48. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. 49. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എങ്ങനെയാണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ജനറേറ്ററിലെ ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. 50. സോളാർ സെല്ലിൻ്റെ N ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സിലിക്കൺ ആണ്. സോളാർ സെല്ലിൻ്റെ N ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സിലിക്കൺ ആണ്. 51. ഹരിത ഊർജം ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ 2018 പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ച വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ്. ഹരിത ഊർജം ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ 2018 പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ച വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. 52. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഡെൻമാർക്ക് ആണ്. കാറ്റിൻ്റെ രാജ്യമാണ് ഡെൻമാർക്ക്. 53. കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജർമ്മനിയാണ്. 54. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 5 ആണ്. 55. ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? കന്യാകുമാരിയാണ്. ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് കന്യാകുമാരി. 56. കന്യാകുമാരിയിൽ കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് എത്രയാണ്? 360 മെഗാവാട്ടാണ്. കന്യാകുമാരിയിൽ കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവാണ് 360 മെഗാവാട്ട്. 57. വേലിയേറ്റത്തിന് കാരണം എന്താണ്? ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം മൂലമാണ് വേലിയേറ്റം ഉണ്ടാകുന്നത്. 58. സമുദ്രോപരിതലത്തിലെ താപനിലയും 2 കിലോമീറ്റർ താഴെയുള്ള സമുദ്രജലത്തിലെ താപനിലയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 20 കെൽവിനിലും കൂടുതലാണ്. സമുദ്രോപരിതലത്തിലെ താപനിലയും 2 കിലോമീറ്റർ താഴെയുള്ള സമുദ്രജലത്തിലെ താപനിലയും തമ്മിലുള്ള വ്യത്യാസം 20 കെൽവിനിലും കൂടുതലാണ്. 59. ഉപരിതലത്തിലെ ചൂടുപയോഗിച്ച് ഏത് ദ്രാവകത്തെ ബാഷ്പീകരിച്ചാണ് ടർബൈൻ കറക്കാനുള്ള വാതകം ഉൽപ്പാദിപ്പിക്കുന്നത്? അമോണിയയാണ്. ഉപരിതലത്തിലെ ചൂടുപയോഗിച്ച് അമോണിയയെ ബാഷ്പീകരിച്ചാണ് ടർബൈൻ കറക്കാനുള്ള വാതകം ഉൽപ്പാദിപ്പിക്കുന്നത്. 60.
പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ മാസ് കുറവായിരുന്നാലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന ഐൻസ്റ്റീനിന്റെ സമവാക്യം ഏതാണ്? E=mc² ആണ്. പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ മാസ് കുറവായിരുന്നാലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന ഇക്വേഷനാണ് E=mc². 61. ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ഏതാണ്? അനിയന്ത്രിത ഫിഷൻ ആണ്. ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനമാണ് അനിയന്ത്രിത ഫിഷൻ. 62. അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. 63. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജോൽപാദനം നടക്കുന്നത് ഏത് പ്രവർത്തനം വഴിയാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജോൽപാദനം നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. 64. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. 65. ഫിഷൻ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകൾ ഏതാണ്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ്. ഫിഷൻ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. 66. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്താണ്? സമ്പുഷ്ട യുറേനിയമാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. 67. ഇന്ത്യയിൽ കാർബൈഡ് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറിന് ഉദാഹരണം ഏതാണ്? കൽപ്പാക്കമാണ്. ഇന്ത്യയിൽ കാർബൈഡ് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറിന് ഉദാഹരണമാണ് കൽപ്പാക്കം. 68. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? കൽക്കരിയാണ്. 69. അലുമിനിയത്തിന്റെ ധാതുക്കൾ ഏതെല്ലാമാണ്? കളിമണ്ണ്, ക്രയോലൈറ്റ്, ബോക്സൈറ്റ് എന്നിവയാണ് അലുമിനിയത്തിന്റെ ധാതുക്കൾ. 70. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ആ ലോഹത്തിന്റെ അയിര്. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ആ ലോഹത്തിന്റെ അയിര്. 71. അയണിന്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഹേമറ്റേറ്റും മാഗ്നറ്റേറ്റുമാണ്. അയണിന്റെ അയിരുകളാണ് ഹേമറ്റേറ്റും മാഗ്നറ്റേറ്റും. 72. കോപ്പറിന്റെ അയിരുകൾ ഏതെല്ലാമാണ്? കോപ്പർ പൈറേറ്റും കുപ്രൈറ്റുമാണ്. കോപ്പർ പൈറേറ്റ്സും കുപ്രൈറ്റുമാണ് കോപ്പറിന്റെ അയിരുകൾ. 73. സിങ്കിന്റെ അയിരുകൾ ഏതെല്ലാമാണ്? സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ്. സിങ്കിന്റെ അയിരുകളാണ് സിങ്ക് ബ്ലെൻഡും കലാമിനും. 74. മാലിന്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാണെങ്കിൽ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതി ഏതാണ്? പ്ലവന പ്രക്രിയയാണ്. മാലിന്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാണെങ്കിൽ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ. 75. അയിരിലടങ്ങിയ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ ഏതാണ്? അയിരിന്റെ സാന്ദ്രണമാണ്. അയിരിലടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിന്റെ സാന്ദ്രണം. 76. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്ന അയിര് സാന്ദ്രണ രീതിയാണ് ലീച്ചിങ്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്ന അയിര് സാന്ദ്രണ രീതി ഏതാണ്? ലീച്ചിങ് ആണ്. 77. അയിരിനോ മാലിന്യത്തിനോ കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന സാന്ദ്രണ രീതി ഏതാണ്? കാന്തിക വിഭജനമാണ്. അയിരിനോ മാലിന്യത്തിനോ കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന സാന്ദ്രണ രീതിയാണ് കാന്തിക വിഭജനം. 78. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? ലീച്ചിങ് ആണ്. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ്. 79.
വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. 80. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. 81. ഹേമറ്റൈറ്റിൽ നിന്നും ഇരുമ്പ് നിർമ്മിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് എന്താണ്? കാർബൺ മോണോക്സൈഡ് ആണ്. ഹേമറ്റൈറ്റിൽ നിന്നും ഇരുമ്പ് നിർമ്മിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. 82. സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് നിർമ്മിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് കാർബൺ ആണ്. സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് നിർമ്മിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് കാർബണിനെയാണ്. 83. വൈദ്യുത വിശ്ലേഷണം വഴി ശുദ്ധീകരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? വെള്ളി, കോപ്പർ എന്നിവയാണ് വൈദ്യുത വിശ്ലേഷണം വഴി ശുദ്ധീകരിക്കാവുന്ന ലോഹങ്ങൾ. 84. ഏറ്റവും ശക്തിയേറിയ നിരോക്സീകാരി എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈദ്യുതിയാണ്. ഏറ്റവും ശക്തിയേറിയ നിരോക്സീകാരിയാണ് വൈദ്യുതി. 85. സോഡിയം ക്ലോറൈഡിൽ നിന്ന് സോഡിയം വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് എന്തിനെയാണ്? വൈദ്യുതിയെയാണ്. സോഡിയം ക്ലോറൈഡിൽ നിന്ന് സോഡിയം വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. 86. ഇരുമ്പിൻ്റെ വ്യവസായ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അയിര് ഏതാണ്? ഹെമറ്റൈറ്റ് ആണ്. ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അയിരാണ് ഹേമറ്റൈറ്റ്. 87. അയിരിലെ മാലിന്യങ്ങളാണ് ഗാങ്. അയിരിലെ മാലിന്യങ്ങളാണെന്ത്? ഗാങ്. 88. ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതാണ്? ഫ്ലെക്സ് ആണ്. ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഫ്ലെക്സുകൾ. 89. ഗാങ്ങും ഫ്ലെക്സും പ്രവർത്തിച്ചുണ്ടാകുന്നത് എന്താണ്? സ്ലാഗ് ആണ്. ഗാങ്ങും ഫ്ലെക്സും പ്രവർത്തിച്ചുണ്ടാകുന്നതാണ് സ്ലാഗ്. 90. ഹെമറ്റൈറ്റിൽ നിന്ന് ഇരുമ്പിനെ വേർതിരിക്കുന്ന പ്രക്രിയയിൽ അതിലടങ്ങിയിരിക്കുന്ന ഗാങ് ഏതാണ്? സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ഹെമറ്റൈറ്റിൽ നിന്ന് ഇരുമ്പിനെ വേർതിരിക്കുന്ന പ്രക്രിയയിൽ അതിലടങ്ങിയിരിക്കുന്ന ഗാങ് ആണ് സിലിക്കൺ ഡയോക്സൈഡ്. 91. കോപ്പർ സൾഫേറ്റ് അയിരിൽ നിന്ന് കോപ്പർ വേർതിരിക്കുന്ന പ്രക്രിയയിൽ ഗാങ് ഏതാണ്? അയൺ ഓക്സൈഡ് ആണ്. കോപ്പർ സൾഫേറ്റ് അയിരിൽ നിന്ന് കോപ്പർ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിലെ ഗാങ് ആണ് അയൺ ഓക്സൈഡ്. 92. താരതമ്യേന ശുദ്ധമായ പച്ചിരുമ്പ് അറിയപ്പെടുന്നത് എന്താണ്? റോട്ട് അയൺ എന്നാണ്. താരതമ്യേന ശുദ്ധമായ പച്ചിരുമ്പ് അറിയപ്പെടുന്നത് റോട്ട് അയൺ എന്നാണ്. 93. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, അലുമിനിയം എന്നിവയാണ് അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, അലുമിനിയം. 94. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോയാണ്. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. 95. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? നിക്രോം ആണ്. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോം. 96. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിലെ പ്രധാന അപദ്രവ്യം ഏതാണ്? സിലിക്കൺ ഡയോക്സൈഡ് ആണ്. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിലെ പ്രധാന അപദ്രവ്യമാണ് സിലിക്കൺ ഡയോക്സൈഡ്. 97. ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് എന്തിനെയാണ്? വൈദ്യുതിയാണ്. ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിലെ നിരോക്സീകാരിയാണ് വൈദ്യുതി. 98. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന അയിര് ഏതാണ്? അയൺ പൈറേറ്റ്സ് ആണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന അയിര് ഏതാണ്? അയൺ പൈറേറ്റ്സ് ആണ്. 99. ഏതൊക്കെ ലോഹങ്ങളാണ് ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ടിന്നും ലെഡുമാണ്. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ടിന്നും ലെഡുമാണ് ഉപയോഗിക്കുന്നത്. 100. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? നിയോഡിമിയമാണ്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം.
101. ലോഹങ്ങളുടെ മുറിച്ച പ്രതലത്തിന് തിളക്കം തോന്നുന്നതിനെ എന്ത് വിളിക്കുന്നു? ലോഹദ്യുതി എന്ന് വിളിക്കുന്നു. ലോഹങ്ങളുടെ മുറിച്ച പ്രതലത്തിന് തിളക്കം തോന്നുന്നതാണ് ലോഹദ്യുതി. 102. അലുമിനിയത്തിൻ്റെ ധാതുക്കളിൽ അയിരിൻ്റെ പ്രത്യേകതകൾ ഉള്ളത് ഏതിനാണ്? ബോക്സൈറ്റിനാണ്. അലുമിനിയത്തിൻ്റെ ധാതുക്കളിൽ അയിരിൻ്റെ പ്രത്യേകതകളുള്ളത് ബോക്സൈറ്റിനാണ്. 103. അയിരിൽ നിന്ന് ഗ്യാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയ ഏതാണ്? അയിരിൻ്റെ സാന്ദ്രണമാണ്. അയിരിൽ നിന്ന് ഗ്യാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിൻ്റെ സാന്ദ്രണം. 104. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതി ഏതാണ്? ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യങ്ങളാണ്, റിപ്പീറ്റ് വരുന്നതാണ്. പ്ലവന പ്രക്രിയയാണ്. അപദ്രവ്യവും സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ. 105. പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്ന അയിരുകൾ ഏതൊക്കെയാണ്? സൾഫൈഡ് അയിരുകളാണ്. പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്ന അയിരുകളാണ് സൾഫൈഡ് അയിരുകൾ. 106. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? കാന്തിക വിഭജനമാണ്. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം. 107. ഇരുമ്പിൻ്റെ അയിരായ മാഗ്നറ്റൈറ്റിൻ്റെ സാന്ദ്രണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? കാന്തിക വിഭജനമാണ്. ഇരുമ്പിൻ്റെ അയിരായ മാഗ്നറ്റൈറ്റിൻ്റെ സാന്ദ്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം. 108. കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയേൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? കാന്തിക വിഭജനമാണ്. കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായ ടിന്ന് സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് കാന്തിക വിഭജനം. 109. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? ലീച്ചിങ് ആണ്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതിയാണ് ലീച്ചിങ്. 110. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. 111. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. 112. കുറഞ്ഞ തിളനിലയിലുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് സ്വേദനം. കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നത് സ്വേദനത്തിലൂടെയാണ്. 113. അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം ലഭിക്കുന്ന രീതി ഏതാണ്? സ്വേദനമാണ്. അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേദനം. 114. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? വൈദ്യുത വിശ്ലേഷണമാണ്. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് വൈദ്യുത വിശ്ലേഷണം. 115. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? അയൺ പൈറൈറ്റിസ് ആണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റിസ് ആണ്. 116. ഹെമറ്റൈറ്റിൽ നിന്നും നീക്കം ചെയ്യപ്പെടാതെ കാണുന്ന ഗ്യാങ് ഏതാണ്? സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ഹെമറ്റൈറ്റിൽ നിന്നും നീക്കം ചെയ്യപ്പെടാതെ കാണുന്ന ഗ്യാങ് ആണ് സിലിക്കൺ ഡയോക്സൈഡ്. 117. ബ്ലാസ്റ്റ് ഫർണസിൽ ഹെമറ്റൈറ്റിനെ നിരോക്സീകരിച്ച് അയണാക്കി മാറ്റുന്നത് എന്തുപയോഗിച്ചാണ്? കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചാണ്. ബ്ലാസ്റ്റ് ഫർണസിൽ ഹെമറ്റൈറ്റിനെ നിരോക്സീകരിച്ച് അയണാക്കി മാറ്റുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. 118. ഹെമറ്റൈറ്റിൻ്റെ ശുദ്ധീകരണത്തിൽ കാൽസ്യം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്താണ്? കാൽസ്യം സിലിക്കേറ്റ് ആണ്. ഹെമറ്റൈറ്റിൻ്റെ ശുദ്ധീകരണത്തിൽ കാൽസ്യം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം സിലിക്കേറ്റ് ആണ്.
119 ബ്ലാസ്റ്റ് ഫെർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ അയേണിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവ് എത്രയാണ്? 4%. ബ്ലാസ്റ്റ് ഫെർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ അയേണിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവ് 4%. 120 അലുമിനിയത്തിനെ ചിലവ് കുറഞ്ഞ രീതിയിൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഏതാണ്? ഹാൾ ഹെറൗൾഡ് പ്രക്രിയയാണ്. അലുമിനിയത്തിനെ ചിലവ് കുറഞ്ഞ രീതിയിൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഹാൾ ഹെറൗൾഡ് പ്രക്രിയ. അപ്പോൾ നമ്മളിന്ന് 120 ചോദ്യങ്ങളാണ് ചെയ്തത്. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.